നമസ്കാരം, ഇത് IBN മലയാളം. കത്തോലിക്ക സഭയ്ക്ക് ഇത് ചരിത്രം. മാർ ജോർജ് കൂവക്കാട് കർദിനാൾ. ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഇത് ചരിത്ര മുഹൂർത്തം. സഭയ്ക്ക് ഒരു കർദിനാളിനെ കൂടി ലഭിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിലെ സ്ഥാനാരോഹണ ചടങ്ങിൽ മാർ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. ആകെ 21 പേരെയാണ് ഈ പദവിയിലേക്ക് ഉയർത്തിയത്. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 8 കർമ്മങ്ങൾക്ക് തുടക്കമായത്. പുതിയ 21 കർദിനാൾമാരും ചേർന്ന് ഇന്ന് രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രത്യേക കുർബാന അർപ്പിച്ചതോടെ ചടങ്ങുകൾക്ക് പൂർണ്ണ സമാപ്തിയായി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ആർച്ച് ബിഷപ്പ് മാർ തോമസ് പെരുന്തോട്ടം, മാർ തോമസ് പടിയറ്റ്, മാർ സ്റ്റീഫൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, BJP നേതാക്കളായ അനിൽ ആന്റണി, അനൂപ് ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവരടക്കമുള്ള 7 സംഘവും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. മാർപ്പാപ്പ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനക്കാരാണ് കർദിനാൾമാർ. മെത്രാന്മാരെയാണ് കർദിനാൾമാരായി ഉയർത്തുക. എന്നാൽ മെത്രാനാകാതെ ജോർജ് കൂവക്കാടിനെ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാലാക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലെത്തുന്ന ആദ്യ പുരോഹിതനാണ് ജോർജ് കൂവക്കാട്. ചങ്ങനാശ്ശേരി മാമൂട്ടിൽ കൂവക്കാട് ജേക്കബ് വർഗീസ് ത്രേസ്യാമ ദമ്പതികളുടെ മകനാണ് ജോർജ് കൂവക്കാട്. ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 2024 ജൂലൈ 24 മാർ ജോസഫ് പൗത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. ഇതിൻ്റെ 20ാം വർഷമാണ് കർദിനാൾ പദവിയിലെത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, IBN മലയാളം.